യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയും അതേപോലെ കേരള ഗവർണറും ഒക്കെ തന്നെ ഇന്നലെ വയനാട്ടിൽ സന്ദർശനം നടത്തിയിരുന്നു. ഇപ്പോൾ മന്ത്രിതല സന്ദർശനം നടക്കുമെന്നാണ് അറിയുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നു. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് സുർജിത്ത് ഈ മന്ത്രിമാരുടെ സന്ദർശനത്തെക്കുറിച്ചുള്ള വരവ്? പ്രത്യേകിച്ച് വനമന്ത്രി അവിടെ എത്താത്തതിൽ ജനങ്ങൾക്കൊക്കെ അമർഷമുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ മന്ത്രിതല സംഘം അവിടേക്ക് വരുന്നത്. ജനങ്ങളുടെ പ്രതിഷേധം എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള സാഹചര്യം നമ്മൾ കാണുന്നുണ്ടോ? SKN ഈ വാഗേരിയിൽ പ്രജീഷ് മരിച്ച ശേഷം, അതായത് കടുവയുടെ ആക്രമണത്തിൽ ഡിസംബർ 9-ാം തീയതിയാണ് പ്രജീഷ് മരിക്കുന്നത്. ഇതിന് ശേഷം വനം മന്ത്രി, ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയാണ് AK ശശീന്ദ്രൻ. അദ്ദേഹം ആ വീടും സന്ദർശിക്കാൻ തയ്യാറായില്ല എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ ജനങ്ങൾ പൊതുവെ ഉയർത്തുന്നുണ്ട്. അത് പ്രതിപക്ഷ കക്ഷികൾ വളരെ രൂക്ഷമായ രീതിയിൽ തന്നെ വിമർശിക്കുന്ന തരത്തിലുണ്ട്. മന്ത്രിയെ ചുമതലയിൽ നിന്ന് മാറ്റണം എന്നതുൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ, പരാതികൾ, ഇതെല്ലാം തന്നെ ഇത് നിയമസഭയിൽ പോലും ഉന്നയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി. പരസ്യ പ്രതികരണത്തിന് ടി സിദ്ദിഖും അതോടൊപ്പം തന്നെ IC ബാലകൃഷ്ണനും, ഇവിടുത്തെ പ്രതിപക്ഷ ജനപ്രതിനിധികളാണ്, MLA-മാരാണ്, അവർ ഉന്നയിക്കുന്ന തരത്തിലേക്ക് എത്തി. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട ശാശ്വത പരിഹാരത്തിന് ഒരു തരത്തിലുള്ള ഇടപെടലും വനം മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇല്ല എന്നുൾപ്പെടെയുള്ള പരാതികൾ, ആക്ഷേപങ്ങൾ, ഇതെല്ലാം തന്നെ ഉയരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇതാണ് വലിയ രീതിയിലുള്ള പ്രക്ഷോഭത്തിലേക്ക് വഴിവെക്കാനുള്ള കാരണം. ഇന്നലെ മാനന്തവാടി രൂപതാ ബിഷപ്പ് ഉൾപ്പെടെ പറഞ്ഞത്, ഇങ്ങനെ ഒരു അക്രമാസക്തമായ രീതിയിലേക്ക് ഒരു പ്രതിഷേധം മാറണമെങ്കിൽ അതിന് ഉള്ള കാരണം ഇവിടെയുള്ള ഭരണകർത്താക്കൾക്ക് അതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തമുണ്ട്. അത് കൃത്യമായ രീതിയിൽ നടപ്പാക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു അക്രമോത്സുക സ്വഭാവത്തിലേക്ക് സമരത്തെ, ആൾക്കൂട്ടത്തിന്റെ സമരമാണ്, ആൾക്കൂട്ടത്തിന്റെ സമരം അങ്ങനെ പോയത് അതുകൊണ്ടാണ് എന്നുൾപ്പെടെ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും സർക്കാർ ഇതിനുശേഷം ചില കൂടിയാലോചനകൾ നടത്തി. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ആ യോഗത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനപ്രകാരമാണ് ഇപ്പോൾ 3 മന്ത്രിമാരടങ്ങുന്ന സംഘം ഇവിടേക്ക് എത്തുന്നത്. ഇന്നലെ തന്നെ AK ശശീന്ദ്രൻ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം താമസിക്കുന്നത് ഗജയിലാണ്, അതായത് വനംവകുപ്പിന് കീഴിലുള്ള സ്ഥാപനമായ ഗജയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ, അതായത് ഏതാണ്ട് ഒരു 9 മണിയോട് കൂടി തന്നെ മന്ത്രിമാരായ MB രാജേഷും K രാജനും ഇവിടേക്ക് വരും. പിന്നീട് നടക്കുന്നത് സർവകക്ഷി യോഗമാണ്. സർവകക്ഷി യോഗത്തിൽ നിലവിലെ സ്ഥിതി അവലോകനം ചെയ്യും. അതിൽ കൃത്യമായ രീതിയിലുള്ള വിമർശനം പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് വ്യക്തമാവുന്ന വിവരം. പല ഘട്ടങ്ങളിലും BJP അടക്കം പ്രതിഷേധവുമായി രംഗത്ത് വരും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, UDF രാപ്പകൽ സമരം സംഘടിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഈ വിഷയത്തെ എങ്ങനെയാണ് ഇനി സർക്കാർ നേരിടാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇന്ന് രാവിലെ പോലും, അതായത് സർവകക്ഷി യോഗം നടക്കുന്ന ഇന്ന് രാവിലെ പോലും ബേലൂർ മക്കന വലിയ അലോസരം സൃഷ്ടിക്കുന്ന വിധത്തിലേക്ക് ഇന്ന് പുലർച്ചെ നമ്മളൊക്കെ എഴുന്നേൽക്കുന്നത് തന്നെ ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടാണ്. ഈ വാർത്തയുടെ വിവരങ്ങൾ അറിഞ്ഞാണ് എഴുന്നേൽക്കുന്നത്. അത് ഈ ബൈരക്കുപ്പ മേഖല പിന്നിട്ട് അത് നേരെ ഈ മുള്ളംകൊല്ലി മേഖല, നേരത്തെ അരുൺ പറഞ്ഞ ആ പ്രദേശത്തേക്ക്, പെരിക്കല്ലൂർ പ്രദേശത്തേക്ക് എത്തി എന്നുള്ള തരത്തിലുള്ള വിവരമാണ്. എന്തായാലും ഇന്ന് രാവിലെ പോലും ഇങ്ങനെ അലോസരം വരുന്ന രീതിയിൽ വന്യമൃഗ മനുഷ്യ സംഘർഷത്തിന്റെ സാധ്യതയിലേക്ക് ഈ വിഷയം എത്തുന്ന തരത്തിലേക്ക് വലിയ അളവിലേക്ക് എത്തുന്നു. ഇന്നത്തെ ദിവസം പോലും ഇത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇനി സർക്കാർ സ്വീകരിക്കുന്ന നടപടി ഏത് തരത്തിലായിരിക്കും എന്നുള്ളതാണ് ഇവരും ഉറ്റുനോക്കുന്നത്. എന്താണ് ഇതിന് ഒരു മറുപടി സർക്കാർ നൽകുക? ഈ വിഷയങ്ങളെ എങ്ങനെയാണ് രമ്യമായി കാണാൻ കഴിയുക? ഏത് തരത്തിലുള്ള ദീർഘവീക്ഷണത്തോടുള്ള പദ്ധതിയാണ് വയനാട്ടിൽ നടപ്പിലാക്കാൻ കഴിയുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഏവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും സർവകക്ഷി യോഗമുണ്ട്, ഉദ്യോഗസ്ഥതല യോഗവും വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ എന്തൊക്കെയാകും, ഏതൊക്കെ തരത്തിൽ നഷ്ടപരിഹാരമാകും ഈ ആളുകൾക്ക്, അതായത് ഈ ആനയുടെയും കടുവയുടെയും എല്ലാം തന്നെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുകൾക്ക് അവർ 50 ലക്ഷം വരെ നഷ്ടപരിഹാരം കൊടുക്കണം എന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ പരിഗണിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലെ ഗവർണർ സന്ദർശിച്ചിരുന്നു. അതോടൊപ്പം തന്നെ അതിനു മുമ്പ് രാഹുൽ ഗാന്ധി MP ഇവിടേക്ക് എത്തിയിരുന്നു. ഇതിനിടയിലാണ് ഈ മന്ത്രിതല സംഘത്തിന്റെ സന്ദർശനം കൂടി. എന്തായാലും ഈ വിഷയം ഒരു രാഷ്ട്രീയ മാനത്തിലേക്ക് കൂടി അത് മാറുന്ന തരത്തിലേക്ക് ഈ കാര്യങ്ങൾ മാറുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി ഉണ്ട്. എന്തായാലും മന്ത്രിമാരുടെ പ്രതികരണം ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയുന്നത്. താങ്ക് യു സുർജിത്ത് അയ്യപ്പ.